മനസ്സ്, സാമർത്ഥ്യം, സ്നേഹം. മനസ്സ്, സാമർത്ഥ്യം, സ്നേഹം. ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ യോജിക്കുന്നത് എന്ന് നോക്കാം. നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സാമർത്ഥ്യത്തിൻ്റെ ആവശ്യം ഇല്ല. ശരി, ഇപ്പോൾ സാമർത്ഥ്യം വേണമെന്ന് തന്നെ ആവട്ടെ, കുറച്ച് സാമർത്ഥ്യങ്ങൾ ഒക്കെ ആവാം, കുഴപ്പമില്ല. പക്ഷേ ഈ സാമർത്ഥ്യം കൊണ്ട് സ്വന്തം വിലയിരുത്തൽ നടക്കില്ല. പക്ഷേ സാമർത്ഥ്യം കൊണ്ട് പലതും നേടിയെടുക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ സാമർത്ഥ്യം എന്നുള്ളത് അത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ സാമർത്ഥ്യത്തോടെ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്കും ഉതവുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ സാമർത്ഥ്യത്തിനും ഒരു വില കൽപ്പിക്കാൻ പറ്റും. പിന്നെ സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു പിടിച്ച് വാങ്ങിയാൽ കിട്ടില്ല. പിന്നെ സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് പൊസസ് ചെയ്യുക, സ്വന്തമാക്കുക, അതിനു വേണ്ടി പലവിധമായ ഡ്രാമാസും നടത്തുക, അല്ലെങ്കിൽ പലവിധമായ മാനിപ്പുലേഷനും ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സ്നേഹത്തിന് വിലയില്ലാതെയാവും. സ്നേഹം തന്നെ ഒരു പ്രാരബ്ധമായി മാറും. അപ്പോൾ സ്നേഹം എന്നത് അടിച്ചു പറിക്കാതെ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് തന്നെ കിട്ടട്ടെ എന്ന ഒരു ആത്മവിശ്വാസത്തോടെ നടക്കുകയാണെങ്കിൽ സ്നേഹം നമുക്ക് വലിയൊരു നേട്ടമായി മാറും. ആ സ്നേഹം കൊണ്ട് മനസ്സിന് തൃപ്തിയും സന്തോഷവും കിട്ടും. അപ്പോൾ സ്നേഹം, സാമർത്ഥ്യം, പിന്നെ വിലയിരുത്തൽ എങ്ങനെയാണെന്ന് നമ്മൾ ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കി. സോ നല്ല മനസ്സുണ്ടാകുക, സാമർത്ഥ്യം കൊണ്ട് കാര്യങ്ങൾ നേടുമ്പോൾ മറ്റുള്ളവർക്കും അത് ഉപയോഗ രീതിയിലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷം, മറ്റുള്ളവർക്കും സന്തോഷം. പിന്നെ സ്നേഹത്തിനെ വലിച്ച് ഇഴച്ച് അല്ലെങ്കിൽ അടിച്ചു പിടിച്ച് പറിക്കാതെ ഇരിക്കുക. അത് അതിൻ്റെ രീതിയിൽ വന്നു പോയാലാണ് അതിന് സന്തോഷം ഉണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ആത്മസംതൃപ്തി കിട്ടും. മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരപ്രദമായി തീരുകയും ചെയ്യും. നമസ്കാരം.